എല്ലാവർക്കും നമസ്കാരം. ജെക്കിൻ്റെ പുതിയ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ അവിടെ വെച്ച് നിർത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പറയുന്നത് നമ്മുടെ നമ്മുടെ കെഞ്ചാക്കുൻ്റെ തല എന്നെപ്പോൾ വെട്ടിക്കളഞ്ഞിട്ട്. അത് മാത്രമല്ല, നമ്മുടെ സുക്കുണിനെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂജിയും അതുപോലെ തന്നെ ഹീറാമയും ആ ഒരു ബാറ്റിൽ ഫീൽഡിലുണ്ട്. 2 vs 1 ഒരു ഫൈറ്റാണ് ഇനി നടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു സ്റ്റോറിലേക്ക് വരികയാണ്. നമ്മുടെ കുസക്കാബെ നമ്മുടെ ഗോജുവിൻ്റെ ഫൈറ്റിന് മുമ്പത്തുള്ള കുറേ കോൺവെർസേഷൻ ഞാൻ പറഞ്ഞല്ലോ, മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനത്തെ ഒരുപാട് കോൺവെർസേഷൻ ഇനി പോകുന്ന ചാപ്റ്ററിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കോൺവെർസേഷൻ നമ്മുടെ ഗോജോ നമ്മുടെ സുക്കുണ് ഫൈറ്റ് ചെയ്യുന്ന മുമ്പത്തെ ഒരു കോൺവെർസേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ കുസക്കാബി പറയുന്നുണ്ട്, അതായത് കെഞ്ചാക്കുൻ്റെ തീർക്കേണ്ട കാര്യം യൂട്ടയും ഡക്കാബിയും കൂടെ നോക്കിക്കോളും. ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഗോജോ തോൽക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ടൈം വേണ്ടി വരും. നമ്മുടെ യൂട്ട കെഞ്ചാക്കുനെ തീർത്തിട്ട് റിട്ടേൺ വരുന്ന ടൈമിന് വരെ നിങ്ങൾ രണ്ടാളും സുക്കുണ് മെയിൻറ്റെയിൻ ചെയ്തോളാം പറഞ്ഞിട്ട് നമ്മുടെ കുസക്കാബെ നമ്മുടെ ഹക്കാരീനോടും അതുപോലെ തന്നെ കാശുമോനോടും പറയണം. നമ്മൾ കാശും പറയണം, മരുന്ന് മണ്ടന്മാരുന്ന് എൻ്റെ ടീം ഇടത് ആൾ ഔട്ട് ബാറ്റിലാണ്. എല്ലാവരും ഇറങ്ങണം. പക്ഷെ ഞാനായിരിക്കും ആദ്യം ഇറങ്ങുന്നത്, ഞാനായിരിക്കും സുക്കുണ് ആദ്യം ഫൈറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മുടെ കാശുമോ പറയണം ഒറ്റപ്പത്തി. ഓക്കെ, നമ്മുടെ കുസക്കാബി എന്തിനാണ് ഈ ഒരു പ്ലാൻ ഇട്ട് പറഞ്ഞത് നമ്മുടെ കാശുമുനെയും അതുപോലെ തന്നെ ഹക്കാരിനെയും ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മണ്ട കേസുകളിൽ ഇപ്പോൾ ഒരു സ്കില്ലും കാര്യങ്ങളില്ലാത്ത തന്നെ ഫസ്റ്റ് തന്നെ ഈ ഫ്രണ്ട് ലൈനും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. എക്സാമ്പിൾ മീ എന്നെ എടുത്തോ, ആൾക്ക് വലിയ ഉപകാരം ഉണ്ടോ? അപമാനിക്കണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ളവർ 100% ഉറപ്പാണ് അപ്പം തന്നെ ചാവുന്നു. പിന്നെ ഇവളുടെ കാര്യം കൂടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷിബുയിൽ വെച്ചിട്ട് തന്നെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അവൾ ഇനി ഒരിക്കലും സോഡ് എടുക്കില്ല എന്ന്. ആകെ യൂസ് ഉള്ളത് അവളുടെ ആ സോഡ് വെച്ചിട്ടാണ്. അവൾ നമ്മുടെ കുസക്കാബി ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് അവളെ കൊണ്ട് ഇനി യൂസ് ഇല്ലയെന്ന്. നമ്മുടെ കുസക്കാബി അവിടെയുള്ളവരോട് പറയാണ്, അതായത് നമുക്ക് കുറച്ച് ദിവസം കൂടി സർവൈവ് ചെയ്യണമെങ്കിൽ കെഞ്ചാക്കിന് തീർത്ത് തരണം. കാരണം ഈ നാറിയാവുന്ന സുക്കുണിയും കൂടി ചേർത്ത് വല്ല മോൺസ്റ്ററിനെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ കാര്യം പോക്കാണ്. അതുമാത്രമല്ല, നമ്മളൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഈ നാറ് ജീവനോടെ ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ടത് നമ്മുടെ കുസക്കാബി പറയേണ്ടത്. നമ്മൾ കെഞ്ചാക്കിനെ കൊല്ലേണ്ട ഈ ഒരു പ്ലാനും കൂടി കേട്ടപ്പോൾ കുറച്ച് പേര് കോഴിയാണ്. നമ്മുടെ ഈ ഒരു ബ്ലഡ് പേസിങ് നമ്മുടെ ചോസനെ പോലെ യൂസ് ചെയ്യാൻ സാധിക്കണം. മറ്റവനില്ലേ ഈ ഒരു കണ്ണ് എപ്പോഴും ക്ലോസ് ചെയ്തിട്ടുണ്ട്, അവനും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് എബ്രോഡ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇനി നിൽക്കണില്ല പറഞ്ഞിട്ട് അവനും നൈസായിട്ട് അങ്ങനെ ഒഴിയാണ്. പിന്നെ നമ്മുടെ ഹീറോമ പറയാണ്, അങ്ങനെയാണെങ്കിൽ കാശുമോന് ശേഷം ഞാൻ ഇറങ്ങാം നമ്മൾ സുക്കുണിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് എനിക്ക് സുക്കുണിൻ്റെ കേസ് ടെക്നിക്ക് എന്നെ സീസ് ചെയ്യാൻ സാധിക്കും, സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും പറഞ്ഞിട്ട് പറയാണ്. ഇത് കേട്ട് നമ്മുടെ കാശുമോൻ ഞാൻ തോൽക്കുന്ന ഇൻഡയറക്റ്റാണ് പറയണ തെണ്ടി പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മളെ അക്കാര്യം ഉണ്ട്, മുന്നേ ജസ്റ്റ് ഇൻ കേസ് അടങ്ങ്. പിന്നെ നമ്മുടെ ഹീറോമ പറയേണ്ടത്, അതായത് സുക്കുണിക്കെതിരെ ഡെത്ത് പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എക്സിക്യൂഷൻ സോഡ് യൂസ് ചെയ്യാൻ സാധിക്കും, പിന്നീട് എളുപ്പമായിരിക്കും പറഞ്ഞിട്ട് പറയേണ്ടത്. ബട്ട് അത് ജഡ്ജായിരിക്കും തീരുമാനിക്കുക നമ്മുടെ ഹീറോമൻ പറയേണ്ടത്. നമ്മുടെ യൂജി നമ്മുടെ ഹീറോമിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്, അതായത് എന്നെ മെയിൻ ഹൈസ്കൂളിൽ വെച്ചും പിന്നെ ജൂനിയർ സെൻറ്ററിൽ വെച്ചും അതുപോലെ തന്നെ ഷിബുവിൽ വെച്ചിട്ടും സുക്കുണ ഈ ഒരു ബോഡി സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ എന്താ പറയുക യൂജിക്ക് ബോധമില്ല, അൺകോൺഷ്യസ് ആയിരുന്നു. ഈ ഒരു കാര്യം ക്രൈം വെച്ചിട്ട് നമ്മുടെ സുക്കുണിനെ പൂട്ടാൻ സാധിക്കും പറഞ്ഞിട്ട് പറയാണ്. നമ്മുടെ ഹീറോമ നമ്മുടെ യൂജി പറഞ്ഞിട്ടില്ലേ 3 സ്ഥലങ്ങളിൽ ക്രൈം ചെക്ക് ചെയ്യാം. അതുകൂടാണ്ട് നമ്മുടെ മെഗുമിൻ്റെ ബോഡിൻ്റെയും കൂടി കൺട്രോൾ ചെയ്യുക, പൊസസ് ചെയ്തതിൻ്റെ ഒരു പേരിൽ അതൊരു ക്രൈമാണ്. അതും കൂടി ആഡ് ചെയ്യുകയാണ്. നോർമലി ഒരാൾ തെറ്റുകാരനാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരാളിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 10 to 15 വർഷം ജയിൽവാസം. ഇപ്പോൾ അത് 2 ആളിനെയാണെങ്കിൽ അയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തടവ് കിട്ടും. സപ്പോസ് അയാൾ 3 ആളിൽ കൂടുതൽ ആളിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് മരണദണ്ഡന മീൻസ് ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടും. ബട്ട് അക്കോർഡിംഗ് ടു നമ്മുടെ ഹീറോമിൻ്റെ കേസ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ജഡ്ജ് തീരുമാനിക്കുക അയാൾക്കെതിരെയുള്ള ക്രൈമൊക്കെ നോക്കിയിട്ട് വേണം ഈ ഡെത്ത് പെനാൽറ്റി തന്നെ അയാൾക്ക് കൊടുക്കാൻ. നമ്മുടെ ഹീറോമ ആലോചിക്കാണ്, കാരണം നമ്മുടെ സുക്കുണ്ണാക്കി ഈ ഒരു മോഡൽ ലോക്ക് അപ്ലിക്കബിൾ ആണോ, കാരണം അവനൊരു ഹെയിൻ ഏറിയെന്ന് വന്നതാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ, കാരണം അവരുടെ നാട്ടിൽ ജപ്പാനിലുള്ള ഒരു ലോ ആണ് സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻസ്. ഇതൊക്കെ നമ്മുടെ സുക്കുണിക്ക് അപ്ലിക്കബിൾ ആണോ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോമ ചിന്തിക്കുന്നത്. ഇവിടെ നിന്ന് ഇരുന്ന നമ്മുടെ ബാറ്റ് ഫീൽഡിലാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ സുക്കുണിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ യൂജിയും ഹീറോമ മാത്രമല്ല നമ്മുടെ മെയ്മയും അവിടെ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയ്മയ്ക്ക് അറിയാം, കാരണം ഗോജോ സുക്കുണ അതുപോലെ തന്നെ നമ്മുടെ കെഞ്ചാക്കു ഇവരിനൊക്കെ തോൽപ്പിക്കുന്ന ആ ഒരു ലെവലിലുള്ള ആൾക്കാർ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇവളിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും കുറച്ച് ടൈം ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളും ഇവളുടെ കേസ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കണം നമ്മൾ യൂജി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു കോമ്പാറ്റ് എത്താണ് നമ്മുടെ സുക്കുണ്ണായിട്ട്. നമ്മുടെ യൂജിൻ്റെ കൈ പറഞ്ഞാൽ നോർമലായിട്ടുള്ള കൈയല്ല, മറിച്ച് ഒരു സ്ട്രോങ് ഒരു ആർമർ പോലെ നമ്മുടെ ആർമർ ടൈറ്റിൻ്റെ കൈ പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്കിൽ നമ്മുടെ ഹീറോമ
ഡൊമൈൻ എക്സ്പാൻഷൻ, ഡെഡ്ലി സെൻറ്റൻസ്. ആളൊരു ഡൊമൈൻ ഓപ്പൺ ചെയ്യുക. അതായത് ഇവർ മുമ്പേ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ യൂജി അതുപോലെ തന്നെ ഹിഗുറാമി ഈ ഒരു ട്രയൽ നടത്തിയിട്ട് നമ്മുടെ സുക്കുണ്ട് മെയിൻ ഈ ഒരു ഷിബുയ ഇൻസിഡൻറ്റിന് കാരണമായി. അതായത് യൂജി ഇറ്റഡോറി എന്നൊരു വെസലിൻ്റെ മുഖേന ഷിബുയയിലുള്ള ഒരുപാട് ജനങ്ങളെ കൊന്നു കഴിഞ്ഞു. സോ ആ ഒരു ക്രൈം അത് ട്രയൽ നമുക്കിവിടെ നടത്താൻ പറഞ്ഞിട്ട് നമ്മുടെ ഹിഗുറാമി പറയാണ്. സോ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഹിഗുറാമിൻ്റെ ഷിഗിയാമി ഒരു കേസിനെ വായിക്കണം. ഒക്ടോബർ 31, 2018 യൂജി ഇറ്റഡോറി വാസ് സസ്പെക്റ്റഡ് ഓഫ് കമ്മിറ്റിംഗ് ആൻഡ് മാസ് കെയർ ഇൻ ഷിബുയ. ഒരു ഷിബുയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ പേരിൽ യൂജി ഇറ്റഡോറിനെ ഇവിടെ സസ്പെൻഡായി കാണുമെന്ന് പറഞ്ഞിട്ട് പറയാണ്. ബട്ട് നമ്മുടെ ഹിഗുറാമ ആസ് എ പ്രോസിക്യൂട്ടർ അത് വാദിക്കണം. അതായത് ഈ ക്രൈം ചെയ്തത് യൂജി അല്ല, പകരം അവൻ്റെ ബോഡി പൊസസ് ചെയ്തിട്ടുള്ളവൻ നമ്മുടെ സുക്കുണ. ദ റിയൽ കൾപ്രിറ്റ് ഈസ് നമ്മുടെ സുക്കുണ. മറു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉറാമി അതുപോലെ തന്നെ ഹക്കാരിയും കൂടി അവിടെ ഐസ് ഊതി വിട്ട് കളിക്കുകയാണ്. സോ നമ്മുടെ ഉറാമി പറയണ്ടേ, ഞാൻ ഇത്ര നേരം നിന്നെ ഹ്യൂമനായി കണ്ടു, ഇനി അങ്ങനെ കാണാൻ പോകില്ല, ഇനി നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പറയാണ്. നമ്മുടെ ഹക്കാരി ഇതേട് എൻ്റെ ഒരു ജൂനിയർ ഇതെന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുക, അവൻ്റെ കേട്ട് മതിയേ. പക്ഷേ ചെക്കൻ നല്ല ചെക്കനാണ്, നല്ല കഴിവൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ എങ്ങനെയാ തുടങ്ങിയാലോ പറഞ്ഞിട്ട് ഇവർ വീണ്ടും ഫൈറ്റ് ചെയ്യണം. ഓക്കെ, വീണ്ടും ബാക്ക് ടു നമ്മുടെ ഹിഗുറാമിൻ്റെ ട്രയൽ. സോ നമ്മുടെ ഹിഗുറാമ ആ ഒരു ഡോക്യുമെൻ്റ് ആ ഒരു എൻവെൽപ്പ് കാണിക്കണം. സോ ഇതിൽ നമ്മുടെ സുക്കുണ ചെയ്തിട്ടുള്ള എല്ലാ തെണ്ടിത്തരം, അതായത് നമ്മുടെ യൂജി ഇറ്റഡോറി എന്നൊരു വെസലിനെ കൈവച്ചിട്ട് ഇവൻ്റെ ആ ഒരു സ്കില്ല് എന്താ പറയുക, അവൻ്റെ ബോഡി പ്രൊസസ് ചെയ്യണ ആ സ്കില്ല് വെച്ചിട്ടാണ് ഇത്ര ആൾക്കാരെ കൊന്നു പറഞ്ഞിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റിലുണ്ട് യുവർ ഓണർ പറഞ്ഞിട്ട് ആ ഒരു ഡൊമൈൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ സുക്കുണത് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ സുക്കുണ എനിക്കൊക്കെ ഇതറിയാം, ഈ നാറിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഞാൻ ഉണ്ടായിരുന്നു. സോ നിൻ്റെ ഈ ഡൊമൈൻ്റെ റൂൾസും റെഗുലേഷനും എല്ലാം എനിക്കറിയാം, എനിക്കിതിന് ടൈമില്ല. സോ ഇത് വേഗം ഒന്ന് എൻഡ് പറഞ്ഞിട്ട് പറയാണ്. നമ്മുടെ ജഡ്ജി ഇത് കേട്ടു, ഗിൽറ്റ്, എനിക്ക് ഡെത്ത് പെനാൽറ്റി വിധിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണിക്ക് ഇപ്പോൾ വിധിച്ചു കൊടുക്കണം ഡെത്ത് പെനാൽറ്റി. സോ ഇപ്പോൾ നമ്മുടെ ഹിഗുറാമിൻ്റെ ഹാമർ പോയിട്ട് ഇപ്പോൾ ഒരു എക്സിക്യൂഷൻ സോഡ് തന്നെ എത്തിയിട്ടുണ്ട്. സോ ഇനി സുക്കുണിനെ പേടിക്കാനില്ല, കാരണം അവൻ്റെ 10 ഷാഡോസ് ഗോജോൻ്റെ ആ ഫൈറ്റിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അവന് ഇനി കേസ് ടേക്കിങ് അധികമൊന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞിട്ട് ഇപ്പോൾ ഹിഗുറാമി യൂജി മാത്രമല്ല കുസക്കാബെ അതുപോലെ തന്നെ നമ്മുടെ നനാമിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻ്റ് ഇല്ലേ അവനും അതുപോലെ നമ്മുടെ ചോസോ എത്തിയിട്ടുണ്ട് നമ്മുടെ സുക്കുണെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ഇവർ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി മറന്നുപോയി പറഞ്ഞിട്ട് ആലോചിക്കുന്നത്. അതാണ് സുക്കുണിൻ്റെ കയ്യിലുള്ള കേസർ ടൂൾ. സോ ഇവർക്ക് ഇനി സുക്കുണിക്ക് കേസർ ടെക്നിക്കിൻ്റെ കാര്യത്തിലും നോക്കിയ ടൈമിൽ ഈ ടൂളിന് നോക്കാൻ പറ്റിയില്ല. സോ ഇപ്പോൾ ഡിസ്മാൻഡിൽ തന്നെ നേരത്തെ നമ്മുടെ ഹിഗുറാമിക്ക് യൂസ് ചെയ്യണം. ഹിഗുറാമ ന്യൂലി അവേക്കനായിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആൾക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല. സോ ഒരു ഡിസ്മാൻഡിൽ നമ്മുടെ കുസക്കാബ് നേരെ വന്നിട്ട് ആ ഒരു അറ്റാക്ക് ഏറ്റുവാണ്. എന്നിട്ട് നമ്മുടെ ഹിഗുറാമിൻ്റെ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ പറഞ്ഞിട്ട് ചോദിക്കേണ്ടത് ഇല്ല പറഞ്ഞിട്ട് പറയേണ്ടത്. കാരണം ബട്ട് ആൾക്ക് ഭയങ്കര റിഗ്രറ്റ്, കാരണം താൻ ന്യൂലി അവേക്കനായിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ ആൾക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. സോ പിന്നെ കുസക്കാബയ്ക്ക് നല്ല ബ്ലഡൊക്കെ പോയിട്ട് ആ ഒരു അറ്റാക്കിൽ ഇപ്പം നമ്മുടെ കുസക്കാബി ഭയങ്കര ടെററായി നിൽക്കുന്ന ആളെ മൈൻഡിൽ അയ്യോ ചാവി എന്നൊരു മെൻറ്റാലിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ നമ്മുടെ ഓക്കെ അപ്പം നമ്മുടെ സുക്കണ നീ അത് ബ്ലോക്ക് ചെയ്തില്ലേ, നല്ല ഡിഫെൻസ്. പക്ഷേ ഇനി അടുത്ത് ഞാൻ കാലിലേക്ക് എയിം ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ സുക്കുണ ഫൈറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ ചോസോ ഈ ഒരു ബ്ലഡ് പേഴ്സിങ് യൂസ് ചെയ്യുന്നുണ്ട്. നീ തീർന്നടാ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ആളെ കണ്ടത് നോക്കുമ്പോൾ നേരെ സുക്കുണ വന്നിട്ട് നേരെ ആളെ വയറ്റിലടിച്ചിട്ട് നമ്മുടെ ചോസിനെ അവിടെ വീഴ്ത്താണ്. പിന്നെ നമ്മുടെ നാനാമിൻ്റെ അസിസ്റ്റൻ്റില്ലേ, നമ്മുടെ നാനാമിൻ്റെ കേസ് ടൂണുമായിട്ട് വന്നിട്ട് നമ്മുടെ സുക്കുണ അറ്റാക്ക് ചെയ്യണം. ബട്ട് അതും വലിയ ഇമ്പറ്റും കാര്യങ്ങളൊന്നും ഏൽക്കുന്നില്ല. എന്നാൽ ശരിയെന്ന മോനെ പറഞ്ഞിട്ട് അവനെ വേറെ സ്ഥലത്തേക്ക് നമ്മുടെ സുക്കുണ അയക്കണമെന്ന് ചെയ്യും. സോ നമ്മുടെ സുക്കുണിനെ ഇപ്പോൾ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ നേരെ നമ്മുടെ സുക്കുണ കൊണ്ടുവന്ന് നമ്മുടെ ഹിഗുറാമിൻ്റെ അടുത്താക്കിയാണ്. സോ നമ്മുടെ ഹിഗുറാമിൻ്റെ ഒരു ബാറ്റിൽ എക്സ്പീരിയൻസിൻ്റെ കുറവ് മനസ്സിലാക്കി സുക്കുണാക്കി ആദ്യം തന്നെ നമ്മുടെ ഹിഗുറാമിനെ തീർത്ത് കളയുക ഒരു മെൻറ്റാലിറ്റി ആയിട്ട് പോവുകയാണ്. സോ ബാക്കിൽ തന്നെ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് മുമ്പ് നടത്തിയുള്ള ഒരു കോൺവെർസേഷൻ കാണിക്കുന്നത്. സോ നമ്മുടെ ഹിഗുറാം എല്ലാം എന്നത് പറയേണ്ടത്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സിക്യൂഷന് സോഡ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആൾ അപ്പം തന്നെ മരിക്കും. സോ ആരായാലും പേടിക്കേണ്ട. ഈവൻ സുക്കുണയ്ക്ക് വരെ ആ ഒരു സുക്കുണയ്ക്ക് വരെ ഈ റൂൾ അപ്ലിക്കബിൾ ആണ് പറഞ്ഞിട്ട് പറയണം. സോ പിന്നീട് നമ്മുടെ ഹിഗുറാമ വെളിയിരിക്കുന്ന ടൈമിലേക്കും നമ്മൾ യൂജി വന്നിട്ട് നമ്മുടെ ഹിഗുറാമിന് ചോദിക്കുക, ഹിഗുറാമ എനിക്ക് വല്ല അവസാന ആഗ്രഹം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് യൂജി. അപ്പം നമ്മുടെ ഹിഗുറാമ പറയണ്ടേ, യൂജി ഐ ആം എ മാൻ ഹു ഹാസ് ബീൻ അബാൻഡൻഡ് ബൈ ദ ലോ എന്നെ നിരസിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. സോ എനിക്ക് ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ തന്നെ ആദ്യം തന്നെ മരിച്ചാൽ മതി എന്നൊരു മൈൻഡായിട്ടാണ് ഞാൻ അപ്പോൾ ഈ ഒരു ബാറ്റിൽ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ച് പറഞ്ഞിട്ട് നമ്മുടെ യൂജിൻ്റെ അടുത്ത് പറയാണ്. അവിടെ നിന്ന് കിട്ടിയത് ഇപ്പം നമ്മുടെ ഈ ഒരു സുക്കുണായിട്ടുള്ള ഒരു ബാറ്റിൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിഗുറാമയ്ക്ക് തൻ്റെ ലിമിറ്റ് എത്തി. തനിക്ക് ഇനി യൂസ് ചെയ്യാൻ ഒരു എനർജി ബാലൻസ് ഇല്ല. സോ ഈ ഒരു എക്സിക്യൂഷൻ സോഡ് പതുക്കെ മങ്ങാൻ തുടങ്ങി, ഫെയ്ഡ് ഔട്ട് ആകാൻ തുടങ്ങി. ബട്ട് ഞാൻ തോൽക്കാൻ റെഡി അല്ലടാ പറഞ്ഞിട്ട് ആ ഒരു എക്സിക്യൂഷൻ സോഡ് വീണ്ടും പഴയ ഫോമിലെത്തുകയാണ്. സോ നമ്മുടെ ഹിഗുറാമ തൻ്റെ ലാസ്റ്റ് ബ്രെത്തിലും
സുക്കുണ് ഞാൻ തന്നെ കൊല്ലും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സോ ഗൈസ് ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യണം. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അത് കഴിയുമ്പോഴേക്കും നന്ദി, നമസ്കാരം.